അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ മാറ്റി ഒരുങ്ങി എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാലേ എത്താ രണ്ടാളും പിന്നെ കളിയാക്ക വീഡിയോ എടുക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഈ ക്ലിയറൊക്കെ മതി. ഓൻ്റെ റൂമിൽ കുറച്ച് ലൈറ്റും ഇതൊക്കെ വെച്ചിക്കണം. അപ്പോൾ ഓൻ പറയാം ഓൻ്റെ റൂമിൽ പോയാൽ നല്ല ക്ലിയർ ഉണ്ടാവും. ഞങ്ങളെ റൂമിലുണ്ട് ലൈറ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ പോണത് എങ്ങോട്ടാ വെച്ചാൽ കാവനൂര് പോവാട്ടോ, സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവർ രണ്ടാങ്ങളന്മാർക്കും കേക്ക് തിന്നണം എന്നൊരു മോഹം. അപ്പോൾ വലിയ ആങ്ങളെ പറഞ്ഞ് കേക്ക് വാങ്ങിയാൽ മതിയെന്ന്. ആ ലൈറ്റൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഉണ്ടല്ലേ മുഖം മാറിയില്ലേ, കേക്ക് വാങ്ങിയാൽ മതിയാണ്. അപ്പോൾ ചെറിയോൻ പറഞ്ഞ് ഉണ്ടാക്കാണ്. പണ്ട് ഞാനും ഓനും കൂടി ഉണ്ടാക്കീനി കുറേ മുന്നേ. ആദ്യമായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അവനെ കാട്ടിയില്ല. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓന് ഞാനും ഉണ്ടാക്കീനി കേട്ടോ. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയൊക്കെ തിന്നിനി. അപ്പോൾ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാട്ടോ. ഐതമും പോരുണ്ട്. അപ്പോൾ ഓൻ്റെ ഒപ്പം ഞങ്ങൾ കാവനൂരൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരാം. എന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കണതും ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങോട്ടാ പോണ? എങ്ങോട്ടോ പോവാട്ടോ, ഒക്കെ അറിയില്ല എങ്ങോട്ടാ പോണെന്ന്. മഴ വരുന്നുണ്ടോ? ഇന്നൊരു വെയിലൊക്കെ അരച്ചിട്ടോ അല്ലേ ചോളെ? കുറച്ചൊരു വെയിലൊക്കെ ഉണ്ടായി കേട്ടോ. ഇന്നലെയൊക്കെ ഫുള്ള് ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ തിരുമ്പിയതൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വെയിലരച്ചതിനോട് കേട്ടോ. വീഡിയോ ഒന്നും ഇടാന്ന് അറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെയിലൊക്കെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവക്ക് ഓനെ പറ്റൂലേന് കേട്ടോ. അപ്പം അങ്ങനെ പറ്റിയൊക്കെ വരികയാണ്. അപ്പോൾ ഓൻ്റെ ഇപ്പോൾ പോരൂല എന്നൊക്കെ ആദ്യം പറഞ്ഞേന്. ഇപ്പം മാറ്റി ഒരുങ്ങിയൊക്കെ ഇറങ്ങിയേക്കണേ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ സാധനം വാങ്ങാൻ വിട്ടു കേട്ടോ. കാവനൂര് ഹൈപ്പർ മാർക്കറ്റിലായിട്ടോ കയറിയത്. എന്നാൽ പിന്നെ ഫുള്ള് അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ വിചാരിച്ചാണ്ട് പിന്നെ അവിടെ കയറിട്ടോ. ഇല്ലേ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നെടുത്ത് പിന്നെ അപ്പുറത്തേക്ക് ഒന്നിന് പോകുക, അങ്ങനെ പോകണ്ടല്ലോ. ഇങ്ങനത്തെ ഇതിലാകുമ്പോൾ പിന്നെ ഒക്കെ ഒന്നും തന്നെ കിട്ടുമല്ലോ വിചാരിച്ച് കേക്ക് പുഡിങ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ദീക്ക് തന്നെ കേട്ടോ പോവല്. പിന്നെ ചെന്നപ്പോൾ ഞാനൊരു കൊട്ടയൊക്കെ എടുത്തു. അയച്ച നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉന്തി നടക്കാൻ. പക്ഷേ ഞാൻ അന്ന് ചെറുതായിട്ട് എടുത്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി ബില്ലടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാരെ പിന്നെ 2 സാധനം കൂടി വാങ്ങാണ്ടായിട്ടോ. അത് പിന്നെ ഞാൻ വീണ്ടും ഉള്ളിൽ കയറി വീണ്ടും ഞാൻ സാധനം വാങ്ങി. പിന്നെ തിരിച്ചു പോന്നപ്പോൾ മുന്നിലൊക്കെ ഇരുന്നട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മുന്നിലിരിക്കൂല, ഞാൻ ബാക്കിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ബാക്കിലിരുന്നത് കേട്ടോ. ബാക്കിലിരുന്നിട്ടൊക്കെ എന്തോ ഇരിപ്പിരി 5-6 എടുക്കട്ടോ. മുന്നിൽ തന്നെ അല്ല ഇരിക്കൽ. എന്നിട്ട് ബാക്കിലിരുന്നിട്ട് അത്ര പറ്റിയില്ല. എന്നിട്ട് ഇങ്ങനെ ഓനോട് എന്തൊക്കെയൊക്കെ പറയണം, എൻ്റെ വയറ് കുത്തുണ്ട്, എൻ്റെ അവിടെ കുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നപ്പം പിന്നെ ഓള് മുന്നിൽ തന്നെ ഇരുന്നിട്ടോ പോകുന്നിട്ടോ. ഇല്ലെങ്കിൽ ഓനായതുകൊണ്ട് ഓക്ക് മുന്നിലിരിക്കാനൊരു മടിയേനി. അങ്ങനെ ഓള് മെല്ലെ നടക്കുമ്പോൾ പോയതല്ലോ ഓന്. പിന്നെ ഇതാക്കണ് വീട്ടിലെത്തിയാൽ ഞാൻ പാലൊക്കെ കൊണ്ടുവന്നീനി. അപ്പം പിന്നെ വേഗം ബാവക്ക് ബൂസ്റ്റ് വേണം പറഞ്ഞിക്കാണ്ട് ബൂസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഉമ്മാക്ക് കുറച്ച് മധുരം ഇടാത്തതൊക്കെ മാറ്റി വെച്ച് പിന്നെ ചായ കുടിച്ചിട്ടോ. കേക്ക് ഉണ്ടാക്കാൻ പോവാട്ടോ. രാത്രിയായപ്പോഴാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം. എന്നാലല്ലേ നാളെ തിന്നണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് നല്ല തണുത്ത് ഇതാകുമ്പോഴല്ലേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയിക്കണം കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂരും ഒറ്റയ്ക്ക് അയക്കണില്ലേ. മറ്റോലൊക്കെ പോയിട്ടോ. ഭാവയാണ് കൂടി തരുന്ന ആൾ കേട്ടോ. ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓനാണ് അതൊക്കെ ഭയങ്കര ഒരു ഇത്. പണ്ടൊക്കെ ഓനേനി കൂടി തരല് കേട്ടോ. ഇപ്പോൾ ഓനും പോയിക്കണേ. അപ്പോൾ വരുമ്പോഴത്തേന് ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പോയിക്കണ്. ഇജ്ജ് ഉണ്ടാക്കിക്കോ. ഞാൻ പറഞ്ഞു ഇജ്ജ് പോയാലും എങ്ങനെ ഉണ്ടാക്കാം, ഇജ്ജ് ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ കേക്കിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. സാധാരണ ഞാൻ വീഡിയോ ഇട്ടീനിട്ടോ നാൾ കേക്ക് ഉണ്ടാക്കണം. അത് ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ. ഇത് ഇന്ന് വിചാരിച്ചത് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അത് മാവ് മൈദ ഇതൊക്കെ ഞാനവിടെ മിക്സ് ചെയ്ത് വെച്ചിക്കണ്. പഞ്ചസാര പൊടിച്ച് വെച്ചിക്കണ്. പിന്നെ അത് മുട്ടി സാധനമൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാം. ഇപ്പോൾ തുടങ്ങിയാലേ കടുക്കുമ്പോഴത്തേനും പണി ഇത് തീരുള്ളൂ കേട്ടോ. ഞാൻ രാവിലായി ഇങ്ങനെ കുത്തുന്നതാട്ടോ. കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മടി ഉറക്കം തൂങ്ങലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇനി ഉറങ്ങിയേ വേണ്ടിയത് ഉണ്ടാക്കിയേ വേണ്ടേ. പിന്നെ ഏതായാലും സാധനമൊക്കെ കൊണ്ടുവന്നതല്ലേ, എന്നാൽ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓളെ പുതിയപ്പള എങ്ങോട്ടോ പോയിക്കണം കേട്ടോ. അപ്പോൾ ഓളും ഉണ്ട് ഞാനും ഉണ്ട്. ഇമ്മ കടന്നുറങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് ഇന്ന് അടുക്കളയിൽ കേട്ടോ. അപ്പം നമുക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായത്. അതിൽ നമ്മളൊരു സാധനം വാങ്ങാൻ മറന്നു കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് വാങ്ങാൻ മറന്നു കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുക വിചാരിച്ചു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇവിടുന്ന് പോയപ്പോഴൊക്കെ ഞങ്ങൾ വാങ്ങണം പറഞ്ഞ് പോയത്. അവിടെ എത്തിയപ്പോൾ കുറേ ആലോചിച്ച് എന്താന്ന്, പക്ഷെ അത് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് വാങ്ങിയില്ല. ഇവിടെ എത്തിക്കാണ്ട് നോക്കുമ്പോഴാണ് സാധനം അല്ലാത്ത കാണുന്നത് കേട്ടോ.
ഇനിയിപ്പോൾ അത് വേണ്ട വിചാരിച്ചാൽ ഇല്ലാതെ ഉണ്ടാക്കരുതിക്കാണ് കേട്ടോ. അത് ഉണ്ടാവണം എന്നാലും ആ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ആ വൈറ്റ് ഫോറസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയില്ല കേട്ടോ. ബ്ലാക്കും റെഡും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പം ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ കാവനൂർ തന്നെ പോകേണ്ട വിചാരിച്ചിക്കാണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇല്ലാതെ ഉണ്ടാക്കാൻ വിചാരിച്ച് എല്ലതും വാങ്ങി അത് മാത്രം മറന്നു കേട്ടോ. ഐസമോളും ഉണ്ട് കേട്ടോ ഞങ്ങളപ്പോൾ. അപ്പം ഇനിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഫുള്ളും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് മോളുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ ഓള് വീഡിയോ ഒക്കെ എടുക്കുന്നു കേട്ടോ. സാധാരണ ഞാൻ ഫുള്ളും ഓരോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കല കേട്ടോ. അതിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആളയക്കണമല്ലോ. അങ്ങനെ ഓള് വീഡിയോ ഒക്കെ എടുത്തുനിന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യലൊക്കെ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നാക്കുകയാണ്. അപ്പം മുട്ടൊക്കെ സാധ്യമായിട്ട് പൊട്ടിക്കണ പോലെ ഉണ്ട്. നമ്മളെ കേക്ക് ശരിയായിട്ടോ, വെന്തൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു കേട്ടോ. ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ആവണത്. ഇനി മോഹിച്ചുണ്ടാക്കിയതിനോടാണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ആകെ മനസ്സൊക്കെ ചത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ച്. പോവല്ലേ വാ. അപ്പോൾ ബാവ വന്നിട്ടോ. അങ്ങാടിയിൽ നിന്ന് വന്നതാട്ടോ. അപ്പോൾ ബാവ വന്ന് അങ്ങാടിയിൽ നിന്നല്ലോ എങ്ങോട്ടോ പോയത്. ഞാൻ വന്ന് കണ്ട് ഇപ്പോൾ ഇതാക്കണ കേക്കിനൊക്കെ സെറ്റാക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി പരിപാടികളൊക്കെ വേണ്ടതാട്ടോ. അങ്ങനെ ക്രീമൊക്കെ അടിച്ചുണ്ടോ, നല്ല സെറ്റ് അതിൻ്റെ പാകമാക്കിക്കണം കേട്ടോ. എനിക്ക് ഫാൻസ് ഉണ്ട്, സവാദക്ക ഫാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ അറിയില്ല, കമൻറ്റ് ഇടണോ. എൻ്റെ ഫ്രണ്ട്സുകളേക്കാരോ. ഇപ്പോൾ ഇതാട്ടോ കേക്ക് ചെത്തിയൊക്കെ റെഡി ആക്കണം. നല്ലോ അതിന് ചെത്തണ്ട, അങ്ങനെ ഉണ്ടാലേ. ഞാൻ ഐസമോളെ കുറക്കി വന്നപ്പോൾ ഓന് വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് സെറ്റാക്കിട്ടോ. പിന്നെ കേക്ക് കരിഞ്ഞൊക്കെ അല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നല്ലോണം കളറ് മാറി കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് അപ്പോൾ ഓനതൊക്കെ ചെത്തി റെഡിയാക്കി. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിന് കേട്ടോ. ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. പിന്നെ ഓനതൊക്കെ ഒഴിച്ച് കേക്കിനെ പണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കേട്ടോ ഞാനും ഓന ഉണ്ടാക്കിയത്. ഇതേട്ടോ ഓനെ കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ഓനെ കേട്ടോ ലാസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ കേക്കൊക്കെ സെറ്റാക്കി. മോനും മോളും അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുത്തിർന്ന് കേക്കൊക്കെ റെഡി. ഇമ്മി അപ്പോൾ നീച്ചെന്ന് കേട്ടോ. ഉമ്മ ഉറങ്ങിയതേനി. പിന്നെ ഉമ്മി നീച്ചെന്ന് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടേ വീഡിയോ എടുക്കണ കണ്ടേനാട്ടോ അങ്ങനെ നിൽക്കണത്. അറിഞ്ഞില്ലേനി എൻ്റെ മുന്നേ ഞാൻ വീഡിയോ എടുക്കണത് കേട്ടോ. എന്നെ ഇടരുത് എന്നൊക്കെ പറഞ്ഞേനി. പിന്നെ നമ്മൾ കേക്കിന് ഡിസൈനൊക്കെ കൊടുത്തു. പിന്നെ നേരെ ഫ്രിഡ്ജിൽ കയറ്റിട്ടോ. അങ്ങനെ അതന്നല്ല രാത്രി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി. 11 എത്രയോ ആയിട്ടോ സമയം കേക്കൊക്കെ. പിന്നെ ഭാവിയാണല്ലോ ഫുള്ള് ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഉറങ്ങി നീച്ചപ്പം ഐസമോള് ചോദിച്ചത് കേക്ക് റെഡി ആയോ എന്നാട്ടോ. ഓള് രാത്രി കണ്ടീനിയല്ലോ ഉണ്ടാക്കണം. ഓള് ഉറങ്ങിയതിന് പിന്നെ റെഡി ആയതൊന്നും ഓള് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കി. പിന്നെ ഒക്കെ മുറിച്ചാതെ സഹിക്കണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പുളി എന്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ചാൽ അപ്പോൾ അതോളം തണുക്കട്ടെ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ഓള് ക്ഷമിച്ച് നിന്ന്. പിന്നെ ഓള് ഓള് അങ്ങനെ തിന്നൊന്നുമില്ല കേട്ടോ. കേക്ക് തോനെ തിന്നൊന്നുമില്ല, അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ കണ്ടിട്ട് മുറിച്ചാലുള്ളൊരു പൂതിക്ക് ഇങ്ങനെ ചോദിക്കാനേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് ഇതാ നല്ല സെറ്റായിക്കണം കേട്ടോ. മുറിച്ചപ്പോൾ അതാ ഉള്ളൊക്കെ കണ്ടോ. നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ഒരു ലുക്ക് കേട്ടോ കാണാൻ. അതിൻ്റെ ക്രീമൊക്കെ തേച്ചിന് ഫുള്ള് വാവേന് കേട്ടോ. പക്ഷെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ തിന്നിട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു കരിവൊക്കെ ഉണ്ടായിന്. എപ്പോഴും വിചാരിച്ച് പാളിയെന്ന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിന്. വൈറ്റ് ഫോറസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇനി ഇന്നലെ തുടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ടാറ്റാ ബൈ ബൈ.